അഡലേഡിൽ നടന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ തുടരെ ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് ട്രാവിസ് ഹെഡ് ഉജ്ജ്വലമായ സെഞ്ചുറി നേടി ഇന്ത്യയെ വളരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി നിൽക്കുമ്പോഴാണ് മുഹമ്മദ് സിറാജിന്റെ മനോഹരമായൊരു ഇൻസ്വിംഗ് യോർക്കറിലൂടെ ഹെഡിനെ പുറത്താക്കുന്നത്. എന്നാൽ പിന്നീട് അവിടെ നടന്നത് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവത്തിലേക്കാണ്. ഹെഡും സിറാജും തമ്മിൽ കൊമ്പുകോർത്ത കാഴ്ചയ്ക്കാണ് അഡലേഡിൽ ആരാധകർ സാക്ഷ്യം വഹിച്ചത്. ഹെഡിനെ കിടിലൻ ഇൻസ്വിംഗ് യോർക്കറിലൂടെ പുറത്താക്കിയ ശേഷമുള്ള സിറാജിന്റെ ആവേശകരമായ ആഘോഷം വിവാദമായിരുന്നു. ആഘോഷത്തിനിടെ ട്രാവിസ് ഹെഡിനോട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ മുഹമ്മദ് സിറാജ് കൈ ചൂണ്ടിക്കാണിക്കുകയും മറുപടിയായി വാക്കുകൾ കൊണ്ട് ട്രാവിസ് ഹെഡ് പ്രതികരിച്ചതോടെ രംഗം വഷളാവുകയായിരുന്നു. ഹെഡിനെ സ്ലഡ്ജ് ചെയ്ത മുഹമ്മദ് സിറാജിനെ നോക്കി ഓസീസ് ആരാധകർ ഗ്യാലറികളിലിരുന്ന് കൂവി വിളിക്കുകയും ചെയ്തിരുന്നു. ടെസ്റ്റിന്റെ ഒന്നാം ദിനം ഓസീസ് താരം മാർനസ് ലാബുഷൈനുമായി സിറാജ് വാക്കേറ്റത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. സിറാജ് റണ്ണപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ലാബുഷൈൻ ബാറ്റിംഗിൽ നിന്നും പിൻവാങ്ങിയതാണ് സിറാജിനെ ആകെ ചൊടിപ്പിച്ചത്. പിന്നാലെ സിറാജ് ദേഷ്യത്തോടെ പന്ത് ലാബുഷൈനു നേരെ വലിച്ചെറിയുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ സിറാജിൽ നിന്നും ഇതിനു മുമ്പും ധാരാളം മത്സരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്? മത്സരശേഷം ഹെഡ് പറഞ്ഞത് താൻ ഔട്ടായ ശേഷം സിറാജിനെ നോക്കി വെൽ ബൗൾഡ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സിറാജ് അത് കേട്ടത് മറ്റെന്തോ ആയിരുന്നു. അതിനാൽ സിറാജ് തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു എന്നാണ് ഹെഡ് പറഞ്ഞത്. വെൽ ബൗൾഡ് എന്നല്ല ഹെഡ് പറഞ്ഞിരുന്നതെന്ന് സിറാജും പറഞ്ഞു. എന്തായാലും ഈ വിഷയം ക്രിക്കറ്റ് ലോകത്ത് വളരെയേറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും ന്യായീകരിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും പലരും രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ICC രണ്ടുപേർക്കും മുട്ടൻ പണിയാണ് നൽകിയിരിക്കുന്നത്. രണ്ടുപേർക്കെതിരെയും നടപടിയെടുത്തിരിക്കുകയാണ് ICC. സിറാജിന് മാച്ച് ഫീയുടെ 20% പിഴ അടിച്ചിട്ടുണ്ട്. ബാറ്റർക്കെതിരെ അനാവശ്യമായ ആക്ഷനുകൾ കാണിച്ചു ബാറ്ററെ രോഷാകുലനാക്കി പ്രൊവോക്ക് ചെയ്തെന്ന തരത്തിലുള്ള കുറ്റത്തിന്റെ പേരിലാണ് സിറാജിന് ICC ഫൈൻ അടിച്ചത്. ഹെഡിനും അതുപോലെ തന്നെ ICCയുടെ ഭാഗത്തു നിന്ന് പിഴ നൽകിയിട്ടുണ്ട്. ICCയുടെ ആർട്ടിക്കിൾ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിറാജിനും ഹെഡിനുമെതിരെ നടപടി സ്വീകരിച്ചത്. ക്രിക്കറ്റ് ലോകത്ത് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആരാധകർക്കത്ര രസകരമല്ലാത്ത ഒന്നു തന്നെയാണ്. ഇവ രണ്ടുപേരിൽ നിന്നും ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.